ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് തോന്നുമ്പോൾ നേരെ നമുക്ക് ആദ്യം നമ്മളെ മനസ്സിൽ പറഞ്ഞ ലുലു ആണ്. അപ്പോൾ അങ്ങനെ നേരെ ലുലുവിലേക്ക് തന്നെ വന്നു. വിഷുവൊക്കെ അല്ലേ, ഒന്ന് പർച്ചേസ് കഴിഞ്ഞ് ഒന്ന് കാഴ്ചകളൊക്കെ കണ്ടു പോവാം. എന്തെങ്കിലുമൊക്കെ പുതിയ ട്രെൻഡിങ് ഐറ്റം വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ എക്സിലേറ്റർ വഴി നമ്മൾ നേരെ മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് വെറൈറ്റീസ് ഐറ്റംസുകളൊക്കെ വന്ന ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ വന്ന് നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നേരെ ലുലു വന്നു. അപ്പോൾ നമ്മൾ ആദ്യം വന്നിട്ട് ഗ്രൗണ്ട് ഫ്ലോർ വഴി നടക്കുകയാണ്. സാധാരണ പതിവ് പുതിയ കടകളൊക്കെ വല്ല ഓപ്പൺ ചെയ്തിട്ടുണ്ടോ, പുതിയ നേരെ വന്ന് നമ്മൾ വെസ്റ്റ് സൈഡിൽ തന്നെ വന്നു. അവിടെ വന്ന് സാധനം കഴിഞ്ഞ ആഴ്ച വന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ആഴ്ച എന്തെങ്കിലുമൊക്കെ പുതിയ ഐറ്റം വന്നിട്ടുണ്ടോ എന്ന് നോക്കി. പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പർച്ചേസൊന്നും നടത്തിയില്ല. ഒരു റൗണ്ട് നോക്കിയിട്ട് പോയി. നമുക്കിനി ഒരു പർച്ചേസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ചിക്കിങ്സിൽ വന്ന് ഓർഡർ കൊടുത്തിട്ട് ഇവിടെ മൂളിപ്പാട്ടും പാടി ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ നല്ല തിരക്കുണ്ട്. വിഷുവിൻ്റെയൊക്കെ ബന്ധപ്പെട്ട തിരക്കുകളാണ്. ഓഫറൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഓർഡറൊക്കെ കൊടുത്തിട്ട് വന്ന് വെറുതെ ഇങ്ങനെ വായി നോക്കിയിരിക്കുകയാണ്. നല്ല വിശപ്പുണ്ട്. അപ്പോൾ കണ്ണന് ഡെലിവറി എടുത്തുകൊണ്ട് വരികയാണ്. അപ്പം പിന്നെ ഒരു ലോഡ് ഐറ്റം ഉണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ പിന്നെ നമ്മൾ പരിസരമൊക്കെ മറന്നുപോയി ഉള്ള ഒരു തീറ്റിയായിരിക്കും സാധാരണ ഉള്ളത്. അപ്പോൾ 4 പ്ലേറ്റ് പേപ്പർ പ്ലേറ്റ് എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് പിന്നെ നമ്മളാര് കണ്ടാലും നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കില്ല. ഇത് തീരുന്നവരെ നമ്മൾ ഇതിൻ്റെ ആയിട്ടുള്ള മൽപ്പിടുത്തമായിരിക്കും. അപ്പോൾ ഇവള് ഒരു സ്റ്റൈൽ കാണിച്ചിരിക്കുകയാണ്. സാധാരണ ഇങ്ങനെയൊന്നുമല്ല തീറ്റി. അപ്പോൾ പിന്നെ ഇനിയും സാധനങ്ങൾ 2 മയണൈസ്, 2 തന്തൂർ മയണൈസ്, 2 നോർമൽ മയണൈസാണ് കഴിച്ചത്. നമ്മൾ ഫിനിഷിംഗ് പോയിന്റിലെത്തി. നമ്മൾ ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ല. ആ ഒരവസ്ഥയാണ്. സാധാരണ നമ്മൾ ചിക്കൻസ് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അവൾ കഴിച്ച് തളർന്നിരിക്കുകയാണ്. നേരെ ഇറങ്ങി താഴേക്ക് വീണ്ടും ഗ്രൗണ്ടിലേക്ക് വന്നു. അപ്പോൾ അതൊക്കെ ഒരു റൗണ്ടും കൂടെ നടന്നിട്ട് പോകാമെന്ന് കരുതി. താഴേക്ക് കുറച്ച് പർച്ചേസും കൂടെ ഉണ്ട്. അപ്പോൾ വരുന്ന വഴിക്ക് നോക്കിയപ്പോഴാണ് നല്ല ഒരു വിഷുക്കണി ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ അതൊന്ന് വീഡിയോ ഒക്കെ എടുത്ത് നോക്കി. നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പം നേരെ നമ്മൾ ഹൈപ്പറിലേക്ക് കയറുകയാണ്. കുറച്ച് പർച്ചേസ് ഉണ്ട്. പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയപ്പോൾ ശ്രീകൃഷ്ണൻ്റെ നല്ല പ്രതിമാസ് ഇങ്ങനെ പിന്നെ വിഷു ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. വിളക്കുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വിഷു കണിക്കുള്ള ഐറ്റംസുകളെല്ലാം ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് കാണിക്കാൻ വേണ്ടി കൂടെയാണ് ഇത് എടുക്കുന്നത്. എന്തെങ്കിലും വിഷുക്കണി കിറ്റുകൾ വാങ്ങണോ അവിടെ പോയാൽ അപ്പോൾ കുറച്ച് സാധനം പർച്ചേസ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. നേരെ ഗ്രൗണ്ടിൽ വന്നു, കാർ പാർക്കിങ്ങിന് വന്നു, കാറിലേക്ക് സാധനങ്ങൾ ലോഡ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ നേരെ നമ്മൾ തിരിച്ച് ഇപ്പോൾ 11:11 രാത്രി F2-ലാണ് നമ്മൾ പാർക്ക് ചെയ്തിരുന്നത്. ഇനിയിപ്പോൾ നേരെ എല്ലാം പാർക്ക് ചെയ്ത് നമ്മൾ പോവുകയാണ്. അപ്പോൾ കാറിലേക്ക് കയറാൻ പോവുകയാണ്. കാറിലേക്ക് കയറി ബൈ ഗൈസ്, കാണാം വീണ്ടും.